ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് പോവാണ്, ഗോൾഡ് എടുക്കാൻ പോവാണ്. അപ്പോൾ കല്യാണത്തിന് കുറച്ച് ദിവസം ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ചെക്കന് താലി കെട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ താലിമാല എടുക്കണ്ടേ. അപ്പോൾ താലിമാല എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ താലിമാല ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ടാണ്, 2-3 ഇങ്ങനെ നോക്കി വെച്ചു. പിന്നെ അതിലൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിന് താലി വേണ്ടേ. താലി അപ്പോൾ അവർ നമ്മൾ ഡിസൈൻ ചെയ്തത് അവർ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു, വർക്ക് ഇങ്ങനെ പിടിക്കാൻ. അപ്പോൾ അവരെ ഡിസൈനിൽ തന്നെ മേടിച്ചു കിട്ടാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിച്ചു കിട്ടാം. അപ്പോൾ അത് കഴിച്ച് ഇങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണമാണ് കേട്ടോ, കുഴപ്പമില്ല. 100-75% കുഴപ്പമില്ല ബിരിയാണി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വൈകുന്നേരം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ അത് കല്യാണം പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ കയറിയാണ് കേട്ടോ. ചായ കുടിക്കാൻ കയറിയപ്പോൾ കുറച്ച് സ്നാക്സ് കണ്ട്. അപ്പോൾ അതിൽ വെറൈറ്റി തോന്നിയപ്പോൾ ഇങ്ങനെ മേടിച്ചു. ഒരു ദോശയിൽ ഷവർമ ഫില്ലിങ് ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങിയതിൽ മസാല വെച്ചാൽ അങ്ങനത്തെ മസാല അല്ല, ഉള്ളി, മല്ലിയില അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല സ്പൈസി റെസിപ്പി ഇട്ടിട്ട് അങ്ങനത്തെ 2 ഇത് മേടിച്ചു. പിന്നെ മൊമോസൊക്കെ കണ്ടിട്ടാ, പക്ഷെ എന്നും അതൊക്കെ തന്നെയല്ലേ മേടിക്കുന്നത്, കാരണം മേടിച്ചില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല വെയിലല്ലേ. വെയിലായപ്പോൾ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ കയറിയതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ കയറിയതല്ല, ഒരു സോഡ സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് കല്യാണമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകണേ. വീട്ടിലെത്തിയപ്പോൾ അതപ്പോൾ പിസ്താഷോ ഇതില്ലേ, ചോക്ലേറ്റ്, അങ്ങനത്തെ കുനാഫയുടെ അത് കിട്ടിയിട്ടാണ് വീട്ടിൽ. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടത് വീഡിയോ. അപ്പോൾ നല്ല ഐറ്റമാണ് കേട്ടോ, നല്ല രസമുണ്ട്. അത് കാണുന്നതിനനുസരിച്ചുള്ള ടേസ്റ്റും ഉണ്ട്, ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അടുത്തൊരു പൂരം നടന്നിരുന്നു. അപ്പോൾ ഒരാന വരുന്നു കണ്ടപ്പോൾ പിന്നെ അത് വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ പൂരമൊക്കെ ഇങ്ങനെ വരികയാണ്. നല്ല രസമല്ലേ, ആ വരവ് കണ്ടില്ലേ, നല്ല രസമല്ലേ ഇങ്ങനെ ആന പോകുന്നു ഇങ്ങനെ കാണാൻ. എല്ലാവർക്കും ഇഷ്ടമല്ലേ അതൊക്കെ, ആനയും പൂരയും കൊട്ടൊക്കെ. ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ, നല്ല രസം. പിന്നെ അന്ന് രാത്രി തന്നെ ഒരു 7 മണിയായപ്പോൾ രാത്രിക്കലത്തെ പൂരം പോകുന്നുണ്ടോ, അതിലും ആന ഉണ്ട് കേട്ടോ. കൊട്ടും പൂരവും ആനയും ഒക്കെ കേട്ടോ. ഞങ്ങളടുത്തുള്ള ഒരു കമ്മിറ്റിക്കാരുടെ പൂരമായിട്ടത്, തൊട്ടടുത്ത് തന്നെ റോട്ടിൽ തന്നെ. ഞങ്ങളതിങ്ങനെ വീഡിയോ എടുത്തിട്ട് നിൽക്കുക. അപ്പോൾ ചേട്ടന്മാരൊക്കെ നിന്നിട്ട് പടക്കം പൊട്ടിക്കണവരൊക്കെ നല്ല രസമല്ലേ കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8 മണിയായപ്പോൾ താലം പോകുന്നുണ്ട് കേട്ടോ. നല്ല സുന്ദരികളായ പെണ്ണുങ്ങൾ അത് ദീപമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ താലം പോണത് നല്ല രസമല്ലേ അത് കാണാൻ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ, ഓളിനെ അമർത്തണം കേട്ടോ. പിന്നെന്താ വിശേഷങ്ങളൊക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ പിന്നെ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇതിലും ആനയുണ്ട് കേട്ടോ. ഈ താലം പിടിച്ചിട്ട് വരുന്നതിലൊക്കെ പൂരത്തിൽ ആനയുണ്ട്. പക്ഷെ അതിങ്ങനെ ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇതിനെ കാണില്ല. ആനേനെ കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ കാണും. പക്ഷേ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ചില പൂരങ്ങളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ക്ലിയറിൽ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇതിലെന്താവോ അവർ മറന്നതായിരിക്കും. ഒരു ലൈറ്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ പോണ പോലെ തോന്നി. പിന്നെ താലം കൊണ്ടുപോകണ കാരണം കൊണ്ടായിരിക്കാം ലൈറ്റിൻ്റെ ഒരു ഇതില്ലാത്തത്. ആ ദീപത്തിൽ തന്നെ പ്രകാശിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ബൈ, സീ യു ദെൻ.